മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ ഒരു പാഠഭാഗവുമായിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള പാഠങ്ങളിൽ ഒന്നാണ് മുക്തകങ്ങൾ എന്ന പാഠഭാഗം. ഏതാണ്? മുക്തകങ്ങൾ എന്ന പാഠഭാഗം. അപ്പോൾ എന്താ അത് മുക്തകം എന്ന് നമ്മൾ ആലോചിക്കും അല്ലേ? അപ്പോൾ നമ്മൾ കഥ കേട്ടിട്ടുണ്ട്, കവിത കേട്ടിട്ടുണ്ട്, ലേഖനം കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇംഗ്ലീഷിലുള്ള ഒരു പ്രസ്ഥാനമാണ് ഇത് ഗീതക പ്രസ്ഥാനം എന്ന് പറയുന്നത് കേട്ടോ. ഏതാണ്? ഗീതക പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിന് സമാനമായിട്ട് സംസ്കൃതത്തിലും പിന്നീട് അത് അനുകരിച്ചിട്ട് മലയാളത്തിലും വന്നിട്ടുള്ള ഒരു ലഘു കാവ്യ പ്രസ്ഥാനമാണ്. എന്താണ്? ഒരു ലഘു കാവ്യ പ്രസ്ഥാനമാണ് എന്ത്? മുക്തകങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ലഘു കാവ്യ പ്രസ്ഥാനം. നമ്മൾ ഒറ്റ ശ്ലോകം എന്നും പറയാറുണ്ട്. എന്ത് പറയാറുണ്ട്? ഒറ്റ ശ്ലോകങ്ങൾ എന്നും എന്തിനെ പറയാറുണ്ട്? മുക്തകങ്ങളെ പറയാണ്. അപ്പോൾ എന്താണ് മുക്തകം എന്നൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ അറിഞ്ഞു വെക്കണം അല്ലേ? ഇപ്പം മുക്തകത്തെ കുറിച്ചാണ് നമ്മൾ ഇതിനു മുമ്പ് നിങ്ങൾ മുക്തകം പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ കേട്ടില്ലേ? മാനിഷാധ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതൊരു ലഘു കാവ്യമാണ്, ഒറ്റ ശ്ലോകമാണ് അല്ലേ? ആദ്യത്തെ ഒറ്റ ശ്ലോകം എന്നൊക്കെ എന്ത് നമുക്ക് പറയാം? ആദ്യ കവിയുടെ ഒറ്റ ശ്ലോകമാണ് നമ്മുടെ മാനിഷാധ എന്ന് പറയുന്ന അല്ലെ കവിത അല്ലെങ്കിൽ ശ്ലോകം എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇംഗ്ലീഷിൽ ഉണ്ടായിട്ടുള്ള ഗീതക പ്രസ്ഥാനത്തിന് സമാന്തരമായിട്ട് മലയാളത്തിലും അതേപോലെ സംസ്കൃതത്തിലും അത് അനുകരിച്ച് മലയാളത്തിലും ഉണ്ടായിട്ടുള്ള ലഘു കാവ്യ പ്രസ്ഥാനമാണ് ഒറ്റ ശ്ലോകങ്ങൾ അല്ലെങ്കിൽ എന്ത് പറയുന്നത്? മുക്തകങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ പ്രകൃതിയിലുള്ള സൗന്ദര്യത്തിൻ്റെ സൂക്ഷ്മ തലങ്ങളെയാണ് നമുക്ക് തന്നിരിക്കുന്ന രണ്ട് മുക്തകങ്ങളിലും. നമുക്ക് രണ്ട് മുക്തകങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് ചേലപ്പറമ്പ് നമ്പൂതിരിയുടെ അല്ലേ കയ്പയ്ക്കയെ കുറിച്ച് പറയുന്ന ഒരു മുക്തകമാണ്. രണ്ടാമത്തേത് ഏതായിരുന്നു? രണ്ടാമത്തെ മുക്തകം ഏതാണ്? നാലപ്പാട്ട് നാരായണ മേനോൻ്റെ അല്ലേ? നാരായണ മേനോൻ്റെ ഒരു മുക്തക കാവ്യമാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് മുക്തകങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് ആദ്യത്തെ മുക്തക ഒന്ന് വായിച്ചു നോക്കാം. നമുക്ക് ചേലപ്പറമ്പ് നമ്പൂതിരിയാണ് എഴുതിയത്. പാടത്തിൻ കര നീളെ നീല നിറമായി വേലിക്കൊരാഘോഷമായി ആടിത്തൂങ്ങി അലഞ്ഞുലഞ്ഞു സുഹൃതം കൈകൊണ്ട് നിൽക്കും വിധൗ വാടാതെ വരികന്റെ കയ്യിൽ അധുനാ പീയൂഷഡംബത്തെയും ഭേദിച്ചൻപൊടു കയ്പവല്ലി തരസാ പെറ്റുള്ള പൈതങ്ങളെ. എന്താ മനസ്സിലായത്? പാടത്തിൻ്റെ കരയിൽ അല്ലേ, വയലിൻ്റെ കരയിലിങ്ങനെ എന്താണ്? നീല നിറത്തിലല്ലേ? ദൂരേന്ന് നോക്കുമ്പോൾ എന്തായിട്ടാണ് തോന്നണേ? നീല നിറത്തിൽ നിൽക്കുകയാണ്. വേലിയുടെ ആഘോഷമായിട്ട് അല്ലേ? പാടത്തിൻ കര നീളെ നീല നിറമായി വേലിക്കൊരാഘോഷമായിട്ട് ആര് നിൽക്കുന്നു? ആടി തൂങ്ങി ഉലഞ്ഞ് അല്ലേ പാവക്കക്കൂട്ടങ്ങൾ നിൽക്കുന്നു അല്ലേ? ഈ പാവക്കക്കൂട്ടങ്ങൾ എന്താണ്? പ്രകൃതിക്കൊരു സുഹൃതമാണ്, പ്രകൃതിയുടെ സുഹൃതമാണ് എന്ന് പറയാണ് കേട്ടോ. ഇനിയോ പിന്നെ എന്ത് പറയുന്നു? അമൃതിന്റെ അഹങ്കാരത്തിലെ വാടാതെ വരികന്റെ കയ്യിൽ അധുനാ പീയൂഷം അല്ലെ? പീയൂഷം എന്ന് പറഞ്ഞാൽ അമൃതാണ് അല്ലെ? പീയൂഷഡംബത്തെയും അല്ലെ? അതായത് അമൃത് എന്ന് പറയുന്നത് എന്താണ്? അമൃത് ഭയങ്കരമായിട്ടുള്ള അല്ലേ എന്താ പറയുക, എങ്ങനെയാണ് നമ്മൾ അല്ലേ അമൃത് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള വിശിഷ്ടമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ അമൃതിനെ പറയുന്നത് അല്ലേ? അപ്പോൾ അമൃത് എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ടൊന്നും കിട്ടൂല. ഇനി അമൃത് കഴിച്ചാൽ നമുക്ക് അമരത്വം ലഭിക്കുന്നൊക്കെയാണ് വിശ്വാസം അല്ലേ? അപ്പോൾ അതുകൊണ്ട് അമൃതിന് എന്തുണ്ട്? അഹങ്കാരമുണ്ട് അല്ലേ? എനിക്ക് ഇത്രയൊക്കെ കാര്യമുണ്ട്. അപ്പോൾ ആ അമൃതിന് ഒരു അഹങ്കാരം എന്താണ്? തന്നെ തോൽപ്പിക്കാൻ ആരുമില്ല എന്നുള്ള അഹങ്കാരമാണ്. അപ്പോൾ ആ അമൃതിനൊരു എതിരാളിയായിട്ടാണ് എന്ത് ചെയ്തത്? നമ്മളുടെ കയ്പവല്ലരി അല്ലേ? കയ്പവല്ലി വന്നിരിക്കുന്നത് അല്ലേ? അമൃതിൻ്റെ അഹങ്കാരം കുറയ്ക്കാൻ ഒരു എതിരാളി വേണം. അപ്പോൾ അതിനാണ് എന്ത് ചെയ്യുന്നത്? പാവയ്ക്ക എന്നാണ് ആര് പറയുന്നത്? നമ്മളുടെ കവി കേട്ടോ, ചേലപ്പറമ്പ് നമ്പൂതിരി അങ്ങനെ ഒരു സങ്കല്പം എന്ത് ചെയ്യാണ്? കൊണ്ടുവരികയാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? പ്രകൃതിക്ക് എന്താണ് ആഘോഷമായിട്ട് അല്ലേ എന്ത് ചെയ്യുന്നു? നമ്മളിങ്ങനെ പ്രകൃതിക്ക് അലങ്കാരമായിട്ട് എങ്ങനെയാണ് നമ്മളുടെ കയ്പവല്ലരി തീരുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട് അല്ലേ? അതായത് നമ്മൾ തോരണം തൂക്കൂലടാ അല്ലേ? നമ്മൾ എന്തെങ്കിലും ആഘോഷമുള്ള ദിവസങ്ങളിലൊക്കെ നമ്മളിങ്ങനെ തോരണം തൂക്കും അല്ലേ? ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യും. പല പല സാധനങ്ങളൊക്കെ കെട്ടി, കല്യാണമൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, ഉത്സവം ഉണ്ടാകുന്ന സമയത്തൊക്കെ നമ്മൾ ഡെക്കറേഷൻ ചെയ്യില്ലേ? അപ്പോൾ ആ പ്രകൃതി തീർക്കുന്ന അലങ്കാരം, പ്രകൃതി തീർത്തിട്ടുള്ള അലങ്കാരമാണ് ആക്ച്വലി എന്ത്? പ്രകൃതി ഡെക്കറേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ കയ്പ ചെടികളെ അല്ലെ? ആ വള്ളിയിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുമ്പോൾ തോരണം തൂക്കിയതുപോലെയാണ് ആര് കിടക്കുന്നത്? നമ്മളുടെ പാവയ്ക്കകൾ കിടക്കുന്നതെന്നാണ് കവി പറയുന്നത്. ക്ലിയർ ആയോ മക്കൾക്ക്? മനസ്സിലായോ? അപ്പം അത്രയേ ഉള്ളൂ ആ ഒരു എന്തെന്ന് പറയുന്നത് നമ്മളുടെ ശ്ലോകം അല്ലേ? ചേലപ്പറമ്പ് നമ്പൂതിരിയുടെ
കൈപ്പക്കയെക്കുറിച്ചുള്ള ആ ശ്ലോകം. അടുത്ത ഏതാണ്? നാലപ്പാട്ട് നാരായണ മേനോന്റെയാണ്. ഏതാണ്? ആരാമത്തിൽ കുളിർ കൽത്തറയിൽ അരജർ വന്നാചരിക്കുന്ന ലീലോധാരൻ നർഗോപചാരാൽ വളരും ഒരഴകേറുന്ന പൂവല്ലി താനും ആരാരും നോക്കിടാതെ മതിൽ വിടവിൽ മുളച്ചുന്തി എത്തിച്ചു നോക്കാൻ പോരാ പാഴ്വള്ളി നീയും പുണരുമിനകരങ്ങൾക്ക് തുല്യോത്സവങ്ങൾ. മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലായോ? എന്തിനാ പറയുന്നത്? ആരാമത്തിൽ പൂന്തോട്ടത്തിൽ ഇങ്ങനെ കുളിരോലുന്ന കൽത്തറയിൽ അല്ലേ അരജന്മാരുടെ രാജാക്കന്മാരുടെ ഉദാരവും അമൂല്യവും ആയിട്ടുള്ള ഉപചാരങ്ങളൊക്കെ ഏറ്റല്ലേ. രാജാക്കന്മാരുടെ പൂന്തോട്ടത്തിലുള്ള പൂവുകൾ എങ്ങനെയാണ്? രാജാക്കന്മാരൊക്കെ വന്ന് തഴുകി അല്ലേ, പൂവേ നിനക്ക് സുഖമാണോ, ഇച്ചിരി വെള്ളം തരട്ടെ എന്നൊക്കെ ചോദിച്ചാൽ എന്താണ്, 100 ആളുകൾ പരിപാലിക്കാനുണ്ടാവും അല്ലേ. അതിൻ്റെ കീടങ്ങളൊക്കെ വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ നശിപ്പിച്ച് കളയും അല്ലെ. അങ്ങനെയൊക്കെ സംരക്ഷിച്ച് അങ്ങനെ രാജാക്കന്മാരൊക്കെ സംരക്ഷിച്ചു പോകുന്ന പൂക്കൾ അല്ലേ, അമൂല്യമായിട്ടുള്ള ഉപചാരങ്ങൾ ഏറ്റുവരുന്ന പൂച്ചെടി അല്ലേ. അങ്ങനെയുള്ള പൂച്ചെടിയും ആരും നോക്കാനൊന്നുമില്ലാതെ മതിൽ വിടവിൽ മുളച്ചുന്തി എന്തിച്ച് വരുന്ന, അതേപോലെ ഇങ്ങനെ എല്ലാവരും പരിചരിക്കുന്ന പൂക്കളുണ്ടാവും. ചിലപ്പോൾ ആർക്കും വേണ്ടാണ്ട് മതിലിൻ്റെ മുകളിലും അതിൻ്റെ ഉള്ളിലൊക്കെ എന്ത് ചെയ്യും, ചെടികൾ ഇങ്ങനെ വളർന്നു വരുന്ന കാണാം അല്ലേ. ആരും വെള്ളം ഒഴിക്കാനുമില്ല, ആരും നോക്കാനുമില്ല, സുഖാണോ പൂവേന്ന് ചോദിക്കാനില്ല, എനിക്ക് വെള്ളം വേണമെന്ന് ചോദിക്കാനാരുമില്ല. അങ്ങനെ ആർക്കും വേണ്ടാണ്ട് വളർന്നു വരുന്ന പൂച്ചെടികളുണ്ട്. അപ്പോൾ ഇതൊക്കെ ആരെ സംബന്ധിച്ചാണ്? പാഴ്വള്ളി ചെടി അല്ലേ. പോരാ പാഴ്വള്ളി നീയും പുണരും ഇനകരങ്ങൾക്ക്. ആർക്കും ഒരുപോലെയാണ്? സൂര്യന് അല്ലേ. ആരും പരിപാലിക്കാനില്ലാതെ മതിലിൻ്റെ വിടവിൽ മുളച്ച് പുറത്തേക്ക് വരാൻ പ്രയാസപ്പെടുന്ന ചെടിക്കും എന്താണ്? 2 പേരോടും സൂര്യൻ എങ്ങനെയുള്ള പരിഗണനയാണ്? തുല്യമായ പരിഗണനയാണ് എന്നാണ് പറയുന്നത് കേട്ടോ. സൂര്യൻ ഇത് രണ്ടും എങ്ങനെയാണ്? സൂര്യപ്രകാശം കിട്ടിയാലല്ലേ ഈ ചെടികളൊക്കെ വളരൂ. അതിന് രാജാവ് പരിപാലിക്കുന്ന ചെടിയാണെങ്കിലും ശരി, അത് ആർക്കും വേണ്ടാതെ മതിലിൻ്റെ വിടവിൽ പൊന്തി വരുന്ന ചെടിയാണെങ്കിലും ശരി, എങ്ങനെയുള്ള ചെടിയാണെങ്കിലും സൂര്യൻ ഇത് രണ്ടും എങ്ങനെയാണ്? ഒരുപോലെയാണ് എന്നാണ് നാലപ്പാട്ട് നാരായണ മേനോൻ പറയുന്നത് കേട്ടോ. അപ്പോൾ പൂവല്ലി എങ്ങനെയാണ് വളരുന്നത്? പൂന്തോട്ടത്തിലെ രാജാക്കന്മാരുടെ ഒക്കെ പരിപാലനയോടെ അല്ലേ. പാഴ്വള്ളിയുടെ ജനനത്തെക്കുറിച്ച് എങ്ങനെയാണ് പറയുന്നത്? ആരും നോക്കാനില്ലാതെ മതിൽ വിടവിനുള്ളിൽ എന്ത് ചെയ്യുന്നു? ഉന്തിച്ച് എത്തി നോക്കാൻ ഒളിഞ്ഞു ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. പാഴ്വള്ളിയെയും പൂവല്ലിയെയും ശ്രദ്ധാപൂർവ്വം നോക്കുന്ന ആരാണ്? നമ്മളുടെ സൂര്യനാണ്. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? സമഭാവനയാണ് അല്ലേ. എല്ലാവരെയും ഒന്നായിട്ട് കാണുക എന്നുള്ളതാണ്. അപ്പോൾ സമഭാവനയുടെ പാഠമാണ് നമ്മളുടെ ഈ നാലപ്പാട്ട് നാരായണ മേനോൻ്റെ ശ്ലോകം മുക്തകം നൽകുന്നത് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? ഇപ്പോൾ ജാതി, മതം, സമ്പത്ത്, എവിടെ വളരുന്നു, എങ്ങനെ, ഏത് കുലത്തിൽ, ഇതൊക്കെ എന്ത് ചെയ്യാണ്? പുതിയ കാലത്ത് മനുഷ്യൻ ഇതിൻ്റെയൊക്കെ പേരിലും മാറ്റി നിർത്തപ്പെടുന്നു. ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുന്നു, ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ കൂടി അല്ലെ, അടി, കുത്ത്, വഴക്ക്, ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അധികാരത്തിൻ്റെ ലാളനയിൽ അല്ലെ, അധികാരത്തിൻ്റെ പ്രിവിലേജിൽ താമസിക്കുന്ന കുറേ ആളുകൾ, പാവപ്പെട്ട ആളുകളെ അതിഭീകരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ പേരിൽ കൊല്ലാക്കൊല്ല ചെയ്യുന്ന സംഭവമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സമൂഹത്തിൽ പരിഗണന ലഭിക്കുന്നവരും യാതൊന്നും ലഭിക്കാത്ത ആളുകളും നമ്മുടെ സൊസൈറ്റിയിലുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഈ ഒരു വേർതിരിവും കാണിക്കാതെ സൂര്യൻ എന്ത് ചെയ്യാണ്? ഇവർ 2 പേരെയും ഒരുപോലെ ചേർത്തതാണ്. അപ്പോൾ പ്രകൃതി എന്ന് പറയുന്നത് എന്താണ്? സകല ചരാചരങ്ങളെയും എങ്ങനെ കാണുകയാണ്? സമഭാവനയോടെ ഒരുപോലെയാണ് കാണുന്നത് എന്ന് സൂര്യനിലൂടെ കവി എന്ത് ചെയ്യാണ്? പ്രകൃതിയിലൂടെ നമ്മളെ ഒരു പാഠം പഠിപ്പിച്ചു തരികയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ നമ്മളുടെ 2 മുക്തകങ്ങളുണ്ട്. അപ്പോൾ മുക്തകങ്ങൾ എന്താണെന്ന് പഠിച്ചു, 2 മുക്തകളിലും എന്തൊക്കെയാണ് ചോദിക്കാമെന്ന് പഠിച്ചു കേട്ടോ. അപ്പോൾ സെറ്റല്ലേ? എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതില്ലേ? ബാക്കി ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളൊക്കെ നമുക്ക് വഴിയേ അല്ലേ, മാരത്തോണിലൊക്കെ ആയിട്ട് നമുക്ക് പഠിക്കണം. ഓക്കെ അല്ലേ? സെറ്റല്ലേ? ഓക്കെ അല്ലേ? വൈബല്ലേ? ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.